+1 സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു എന്ന ബിഗ് ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ചൊരു മണിക്കൂർ മുന്നെയാണ് +1 സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. HSCAPന്റെ വെബ്സൈറ്റ് കയറി യൂസർ നെയിമും പാസ്വേഡും പഠിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് സ്കൂൾ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. നിങ്ങൾ ആദ്യം ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെയാണ് കിട്ടിയത് അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൂൺ 11 ബുധനാഴ്ച 5 മണി വരെയുള്ളൂ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയം. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു സ്കൂളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത സ്കൂളാണെങ്കിലും ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിലും നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തൊരു സ്കൂളാണ്, ഇഷ്ടമില്ലാത്തൊരു സ്കൂളാണ്, ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെമ്പററി അഡ്മിഷൻ അവിടെ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള സ്കൂളാണ്, ഇഷ്ടമുള്ള കോഴ്സ് ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ് അഡ്മിഷൻ എന്ത് ചെയ്യാം, എടുക്കാം. അഡ്മിഷന് കൊണ്ടുപോകുന്ന രേഖകളുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാണുക. അപ്പോൾ ഇന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അലോട്ട്മെന്റ് കിട്ടാത്തൊരു വിഷമിക്കേണ്ട. ജൂൺ 16 തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. ജൂൺ 16 എന്ത്, മൂന്നാമത്തെ അലോട്ട്മെന്റ്. അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കിട്ടാത്ത ആളുകൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒഴിവാക്കാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ സ്കൂളാണ് കിട്ടുന്നത് വിചാരിക്കുക, അതിന് മുകളിലുള്ള സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി എന്തുണ്ട്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് പ്രക്രിയ ഉണ്ട്. അത് ഒഴിവാക്കാൻ നിങ്ങൾ നേരെ സ്കൂളിൽ ചെല്ലുന്നു, സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞു എനിക്ക് 2ാമത്തെയും 3ാമത്തെയും ഓപ്ഷൻസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒഴിവാക്കി തരും. അതിനുള്ള ഓപ്ഷൻ കൂടി എവിടെയുണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. +1 റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മുടെ എഡ്യൂപോഡ് +1 ഈ ഒരു ചാനൽ ഉണ്ടാവും. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി ചില പറഞ്ഞിട്ടുണ്ടാവും. അപ്പം +1 സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ജൂൺ 11 ബുധനാഴ്ച വൈകിട്ട് 5 മണി വരെയുള്ളൂ അതിനുള്ള സമയം. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുത്തിരിക്കണം. നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ, അത് ടെമ്പററി ആണെങ്കിലും പെർമനന്റ് ആണെങ്കിലും, നിങ്ങൾ ഏതെങ്കിലും ഒരു അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് ഞാൻ അവിടെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് കേട്ടോ. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടാത്തൊരു ടെൻഷൻ അടിക്കേണ്ട. ജൂൺ 16 തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്.